എൻ്റെ ദൈവങ്ങളെ, എപ്പോഴാണ് എൻ്റെ കുട്ടിയൊന്ന് എണീറ്റ് നടക്കുക? എത്ര കാലമായി ഈ മരുന്നും മന്ത്രമായി ആരയിക്കുന്നു. അച്ഛൻ കേൾക്കുന്നില്ലല്ലോ, മോളായിരുന്നു കേൾക്കുന്നത്. മോളെ, നമുക്കിന്ന് പോവാ. നിങ്ങളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടില്ലല്ലോ മക്കളെ. നമ്മൾ ഈടെ അല്ല ചേട്ടാ, നമ്മളിവിടെ അടുത്തൊരു വൈദ്യരുണ്ട് പറഞ്ഞിട്ട് വന്നതാ മോളെ കാണിക്കാൻ. ഇപ്പം കേൾക്കുന്നുണ്ടാ? അല്ല, നിങ്ങളിതും കേൾക്കുന്നുണ്ടാ? മോള് കൊറേ സമയം പറയുന്നു. മോൾ എന്താ കേൾക്കുന്നത്? ചെണ്ട കൊട്ടുന്ന കേൾക്കുന്നില്ലേ? ഇവിടെ അടുത്ത കാവ്. ദേവി ഉച്ചനേരത്തിന് ഇറങ്ങുന്ന സമയ. പണ്ട് കാലത്ത് പശുവിനെ കെട്ടാൻ പോലും ആരും ഈ വഴിക്ക് വരാറില്ല. അച്ഛാ, എനിക്കും കാണാൻ പറ്റുമോ ദേവീനെ? മോൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ദേവിയുടെ മേളം കേൾക്കാൻ പറ്റിയില്ലേ, അത് തന്നെ മഹാഭാഗ്യം. ഈ പറമ്പിന് തൊട്ടപ്പുറത്താ ദേവിയുടെ ആരുടെ സ്ഥാനം. അപ്പൊ ദേവി അവിടെ ഒറ്റക്കാ? അല്ല മോളെ, ഈ നാടിന്റെ ഐശ്വര്യമായ തായ്പരദേവതക്ക് കൂട്ടായി 1.5 ബലവാൻ വാലിത്തെയ്യവും ധർമ്മദൈവവും പുറംകാലം ദേവനായ ഗുളികനും കൂടെ ഭൂതത്താർ ദേവനും ഉണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 10, 11, 12 തീയതികളിലാണ് അമ്മയുടെ കളിയാട്ട മഹോത്സവം. അന്നേ ദിവസവും മോൾ അവിടെ പോയി അമ്മയോട് സങ്കടം പറഞ്ഞാൽ മോളെ അസുഖമെല്ലാം മാറ്റിത്തരും. ഈ നാട് തലമുറകളായി ആരാധിച്ചു വരുന്ന വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ദേവിയാ. മോളെ സങ്കടം അമ്മ കേൾക്കാതിരിക്കില്ല. അച്ഛാ, നമുക്കും പോവാച്ചാ. എനിക്കും അമ്മയെ കാണണം. അമ്മയോട് പറയണം എനിക്കും എല്ലാവരെ പോലെ ഓടിച്ചാടി നടക്കണം. നമുക്ക് പോവാം മോളെ. അമ്മയുടെ തിരുമുടി വരുന്ന ദിവസം നമുക്ക് പോട്ടാ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശ്രീ സർവേശ്വരി അമ്മ, ഈ നാടും നമ്മളും അമ്മയുടെ തിരുമുടി ഉയർന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. അമ്മേ.